ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ 2000 രൂപ വർദ്ധിപ്പിച്ചു. ആ സർക്കാർ ഇനിയും വരും. നമുക്ക് ഇന്ന് വരെ നോക്കിയിട്ട് ഇവർ കയറിയാൽ പിന്നെ ഒരു മുടക്കവും പെൻഷനും ആയാലും എന്തായാലും മുടക്കങ്ങളില്ല. തന്നു അല്ലെങ്കിൽ UDF ജയിക്കുള്ളൂ. ഇവിടെ ഇനി അടുത്ത UDF ജയിക്കുള്ളൂ. ഇപ്പോഴുള്ള ജനങ്ങളിൽ ഒരു 40% കൃത്യമായിട്ട് അവരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വോട്ട് കിട്ടിയാൽ ജയിക്കും. പാരമ്പര്യ രീതിയൊക്കെ വിട്ട് ഇനി പുതിയ ഡിജിറ്റൽ രീതിയിലായിരിക്കും നമ്മൾ മലയാളികൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണാൻ പോകുന്നത്. എല്ലാ ഇതിലും മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രീതിയിലും മാറ്റം എത്തിയിരിക്കുകയാണ്. AI ആയിരിക്കും ഇനിയും മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പാരഡി ഗാനമാണ് LDFന് ചെറിയ രീതിയിൽ ഒരു ഡാമേജ് ഉണ്ടാക്കിയെങ്കിൽ ഇത്തവണ UDF LDFനെതിരെ വന്നിരിക്കുന്നത് ഒരു പുതിയ വെബ്സൈറ്റുമായിട്ടാണ്. അതായത് കടക്കുപുറത്ത് മുഖ്യമന്ത്രിക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് മാർക്കിടാം, അഭിപ്രായം പറയാം എന്നൊക്കെയാണ് UDF പറയുന്നത്. ഈ ഒരു പ്രകടന രീതി അല്ലെങ്കിൽ ഈ ഒരു പ്രചരണ രീതി എത്രത്തോളം UDFന് ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇത് നമ്മളല്ല പറയേണ്ടത്, സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിനെതിരെ അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ അവരോട് തന്നെ നമുക്കിത് ചോദിക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പാരഡി ഗാനം കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, സ്വർണം കൊള്ളയെക്കുറിച്ച്. അത് LDFന് ഒരു പാരയായി എന്ന് തന്നെ പറയാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF ഒരു പ്രചരണ തന്ത്രം ഇറക്കിയിട്ടുണ്ട്. കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കെതിരെ, അതായത് മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായങ്ങളും പരാതികളൊക്കെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്, അത് UDFന് വിജയം ഉണ്ടാക്കുമോ? ഒന്നേ പറയാനുള്ളൂ, 2016 വരെ ഈ സംസ്ഥാനം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എവിടെ എത്തി, അത് മാത്രം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള വിധി. പിന്നെ പഞ്ചായത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ട്. അത് വ്യക്തിപരമായിട്ട് ചെറിയ ചെറിയ വാർഡുകളിലെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ കൃത്യമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും LDF ജയിക്കുമെന്നുള്ളതാണ്. ഒന്നും പറയണ്ടല്ലോ. അല്ല, അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഉള്ള വരുമാനത്തിനകത്ത് വെച്ചുകൊണ്ടുള്ള ഈ വികസനങ്ങളെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അതെ, ബഡ്ജറ്റ് അവതരണമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. രണ്ടാമത് കൃത്യമായിട്ട് പാവപ്പെട്ടവർ പെൻഷൻ വയ്ക്കുന്നുണ്ട്, കിട്ടുന്നില്ല, അതൊരു ആശ്വാസമല്ലേ അവർക്ക്. അതെ അതെ, തീർച്ചയായിട്ടും 2000 രൂപ പാർട്ടിയുടെ കൈ നിർത്തി കൊടുക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൈ നിർത്തി എന്നൊക്കെ സംസാരം വരും. എന്നാലും കൊടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കൊടുക്കാത്ത എത്രയോ കാലങ്ങളുണ്ടായിരുന്നു. അതെ, അതൊന്നും. പിന്നെ വലിയ ദാരിദ്ര്യമില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ എല്ലാ സമയവും ഹോസ്പിറ്റലായാലും ശരി, നമ്പർ 1 സ്കൂളുകൾ എല്ലാം നല്ല ഉഗ്രം മൾട്ടി സ്റ്റാർ ബിൽഡിങ്ങിൽ ഓരോ സ്കൂളുകൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ജനം മനസ്സിലാക്കും, അതിനുള്ള റിസൾട്ട് വരും. അതേ എനിക്ക് പറയാനുള്ളൂ. LDFന് ഗുണം ചെയ്യും. LDFന് ഗുണം ചെയ്യും. അതെന്തുകൊണ്ടാണ് ചേട്ടാ? കാരണം ചോദിച്ചാൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് നിത്യവർത്തിക്ക് നിവർത്തിയില്ലാതെ കൊറോണ പിടിച്ച സമയത്ത് എന്തുമാത്രം ആൾക്കാർക്ക് പെൻഷൻ കൊടുത്ത്, അരി കൊടുത്ത് തിരിച്ചതാ. ഇപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ 2000 രൂപ വർദ്ധിപ്പിച്ചു. ആ സർക്കാർ ഇനിയും വരും, അത് ഉറപ്പ് തന്നെ, അത് യാതൊരു സംശയവുമില്ല. ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും ശരി തന്നെ. പിന്നെ അച്യുതാനന്ദൻ അന്ന് ഉമ്മൻചാണ്ടി 28 മാസം കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാതിരുന്നപ്പോഴേ തിരിച്ച് അച്യുതാനന്ദൻ വന്നു എല്ലാ അണക്കാശ് കണക്ക് എടുത്ത് കൊടുത്തു. അതുകൊണ്ട് ഇനിയും വരും, മൂന്നാമത് ഭരണം വരും, ഉറപ്പാണ്. ഞാനൊരു പാർട്ടി മെമ്പറാണ്. അത് ജനങ്ങളുടെ തീരുമാനിക്കാനുള്ളത്. അല്ല, കഴിഞ്ഞ ഒരു പാരഡി ഗാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു ചെറിയ പരാജയത്തിന്റെ ഒരു ഇത് കൊടുത്തത് അല്ലേ? അപ്പൊ ഇത് കൂടുതൽ UDFന് ഗുണം ചെയ്യുമോ അതോ LDFന് ഗുണം ചെയ്യുമോ എന്നുള്ളത്? ഇത് ഇപ്പൊ UDFന് ഇതിപ്പോ ഗാനം അത് ചെയ്തെന്നും പറഞ്ഞോണ്ട് വരാനുള്ള സാധ്യത അല്ല. അപ്പൊ ആരായിരിക്കും അടുത്ത വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞാല് മിക്കവാറും LDF ആണ് വരേണ്ടതാണെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം പലരും പറയുന്നത് UDF വരും, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇതുവരെ ഉള്ളതിൽ വലിയ നടപ്പൊന്നും വന്നിട്ടില്ല. ഇല്ല. പക്ഷെ ഇവര് നമുക്ക് ഇന്ന് വരെ നോക്കിയിട്ട് ഇവർ കയറിയാൽ പിന്നെ ഒരു മുടക്കവും പെൻഷനും ആയാലും എന്തായാലും മുടക്കങ്ങളില്ല. തന്നു. അതൊക്കെ ഒരു വലിയ വിജയമാണ്. പിന്നെ ഒരുപാട് നേട്ടങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നേട്ടങ്ങളിൽ കൂടെ ചെറിയ കോട്ടങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ വീണ്ടും LDFന് വരും വരണമെന്നാണ് നമ്മുടെ താല്പര്യം, എൻ്റെ താല്പര്യം. അതാണ് ചേട്ടൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നുള്ളത് അല്ലേ? അത് യാതൊരു വന്നാലേ പറ്റുള്ളൂ.
അത് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് സാധാരണക്കാർക്ക് എന്താണ് അഭിപ്രായം? മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായമാണെങ്കിലും പരാതിയാണെങ്കിലും പറയാം. പക്ഷേ ഇത് UDF വിജയമായിട്ട് മാറുമോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സൈറ്റ് തുടങ്ങിയത്. UDF അല്ലെങ്കിൽ UDF ജയിക്കുള്ളൂ ഇവിടെ. ഇനി അടുത്ത UDF ജയിക്കുള്ളൂ, LDF വരത്തില്ല. മതിയായി ജനങ്ങൾക്ക്. പിന്നെ അതിൻ്റെ പ്രാധാന്യം അവർക്കല്ലേ UDFനല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും അങ്ങനെ ഒരെണ്ണം വരുമ്പോഴത്തേക്ക് സാധാരണക്കാർ എങ്ങനെയായിരിക്കും അതിനെ? അല്ല, അത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കണക്ക് പുറത്ത് അത് ഞങ്ങളെ പോലുള്ള മാധ്യമക്കാരെ പറഞ്ഞിട്ടുള്ളതാണ്. അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ചിലപ്പോൾ തിരുത്തുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും? അത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളുടെ സംഗതിയാണ്. അല്ല, അത് UDF വിജയിക്കാൻ ഒരു വഴിയാകുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടായ വരുന്ന തെരഞ്ഞെടുപ്പ് UDFനായിരിക്കുമോ അതോ LDFനായിരിക്കുമോ? ഇത് കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായ സംഭവമല്ലേ, ഈ മന്ത്രിസഭയിലല്ലോ ഉണ്ടായത്. അപ്പോൾ ശരിക്കും അത് അന്ന് പ്രതിഫലിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അത് അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പിലല്ലേ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പറയാതിരിക്കുമല്ലോ. അതെ, പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പോസിറ്റീവായിട്ട് കിട്ടിയനായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അപ്പോൾ ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF ആയിരിക്കുമോ UDF ആയിരിക്കുമോ വരുന്നത് എന്നുള്ളതാണ്. ഭരണം ആർക്കായിരിക്കും? രാഷ്ട്രീയപരമായിട്ട് ഞാൻ അത്ര ചേട്ടൻ്റെ ഒരു ചിന്തയിൽ എങ്ങനെയായിരിക്കും ഇനി അടുത്ത വരുന്നത്? UDFന്റെ ഭരണമായിരിക്കും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടത് ഏത് മുന്നണിയായാലും ആവശ്യമാണ്. അതെ. അപ്പം ആ കാഴ്ചപ്പാടിൽ തൊഴിൽ കിട്ടാനുള്ള കുറേ ഇപ്പോഴാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി തൊഴിലിനെ പറ്റിയൊക്കെ പറയുന്നത്. അതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുമ്പോഴാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞത്. അത് നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ പോലെ അങ്ങനെ സത്യസന്ധമായിട്ട് പെരുമാറുകയാണെങ്കിൽ കേരളത്തിലെ യുവാക്കൾ പുറത്തേക്ക് പോകില്ല. ഇവിടെ റിസോഴ്സസ് ഉണ്ട്, ധാരാളം റിസോഴ്സസ് ഉണ്ട്. ഇനി ഞാൻ തന്നെ ഒരു സയൻറ്റിഫിക്കായിട്ടൊരു സംഗതി കണ്ടുപിടിച്ചിട്ട് അത് സർക്കാരിൻ്റെ അംഗീകാരം കിട്ടി, അത് ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത ധാരാളം ഇവിടെ നിലക്കലെന്നൊക്കെയാണ് ജനങ്ങൾ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ സദാ ഗവൺമെൻറ് കടപ്പെട്ടവരാണ്. അത് മറ്റുള്ളവരെ പോലെയല്ല, വരും തലമുറകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ കീഴിൽ നോക്കുമ്പോൾ അത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊലയിൽ വളം ചേർക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അറിയില്ല. അത് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മിനിസ്ട്രിയിൽ ഈ ഒരു അപ്രോച്ച് കൊണ്ടുവരികയായിരുന്നെങ്കിൽ വളരെയധികം സപ്പോർട്ട് ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ വരാനുള്ള സാഹചര്യത്തെ ഇപ്പം കാണുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അറിയാം അത് ഈ ഇലക്ഷൻ അടുത്തുകൊണ്ടാണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. അത് അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആരായിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഒരു ചെറിയ ഒരു സൂചന. അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 40% ആൾക്കാരെ കാറ്റർ ചെയ്താൽ മതി. ജനങ്ങളിൽ ഇപ്പോഴുള്ള ജനങ്ങളിൽ ഒരു 40% കൃത്യമായിട്ട് അവരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വോട്ട് കിട്ടിയാൽ ജയിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ എന്തെങ്കിലും കാഴ്ചപ്പാട്, ഇപ്പോൾ പല CPMന് കുറേ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന വേറെ സംഭവങ്ങൾ ഉണ്ടായേക്കാം. അതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സീറ്റുകൾ ഇങ്ങനെ കുറഞ്ഞ, പ്രത്യേകിച്ച് CPIക്ക് അങ്ങനെ ഇല്ല. CPMനാണ്. CPMന് ഇപ്പോൾ എൻ്റെ അടുത്ത എന്ന് പറഞ്ഞാൽ മുന്നിട്ട് നിന്നിരുന്ന CPMനേക്കാൾ പല നേതാക്കളും പാർട്ടി വിട്ട് പോയി. മാത്രമല്ല ഇവർ കുറച്ചും കൂടെ ഇതിനിടയ്ക്ക് കുറേ കാലം മുമ്പും പറഞ്ഞിരുന്നു ജനങ്ങളോടുള്ള സമീപനം മാറ്റണം, പണ്ടത്തെ ധാർഷ്ട്യം പാടില്ല എന്നൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇത് തീർച്ചയായിട്ടും LDFനോ അല്ലെങ്കിൽ CPMനോ ജയിക്കാനുള്ള സാധ്യത അവരുടെ സമീപനത്തിൽ വരുന്ന മാറ്റവും ഉൽപ്പാദന മേഖലയിൽ വരുന്ന മാറ്റമാണ്. കൃഷി, വ്യവസായം, സേവനം എന്നീ മേഖലകളിലെ കൃത്യമായിട്ട് കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ റിസോഴ്സസ് ഒന്നും വേണ്ട. അതായത് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ 5 ലക്ഷം തൊഴിലവസരം കിട്ടുന്ന മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. തൊഴിലവസരവും 1 ലക്ഷം കോടി രൂപയുടെ ആനുവൽ ഔട്ട്കമ്മും വരുന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സാധാരണ പൗരന് ഇത്ര കണ്ട് ഒരു കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടി ശരാശരി, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീടുകളിൽ പോയിട്ട് ഈ ആശയങ്ങൾ മേടിക്കാന്നുള്ളൊരു സംവിധാനം വരുന്നുണ്ട്. അത് ഇതാണ് എന്നെപ്പോൾ. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് അവർക്ക് സത്യസന്ധമായിട്ട് ഇപ്പോൾ BJP കാണിക്കുന്ന പ്രത്യേകിച്ച് ആ ഇൻഡിവിജ്വലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്
സ്റ്റാർട്ടപ്പ് ആകാൻ അതിൽ ഈ ഗവൺമെൻറ് അത്രയ്ക്ക് ഉണ്ടോയെന്ന കാര്യം എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ മന്ത്രി ഇത്രയും പരാമർശം നടത്തിയിട്ട് എനിക്കൊരു ഗ്രാൻഡ്, അതായത് ഇൻവെൻഷൻ ഗ്രാൻഡ് ഉണ്ട്, അത് കിട്ടാൻ പോലും ഞാൻ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വളർന്നു വരുന്ന സംരംഭകരെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്, ഇല്ലാന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രോത്സാഹിപ്പിക്കണം. അപ്പം അത് കൃത്യമായിട്ട് കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രയും ഇപ്പം ശരിക്കും പറഞ്ഞാൽ റൂറലിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അത് ഈ മദ്യവും ലോട്ടറിയും കൊണ്ട് ഓരോ കുടുംബങ്ങളും ദുഃഖകരമായിട്ട് കാഴ്ചകളാണ്. അവർ രക്ഷിതാക്കൾ അത് സഹിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ ഇതിന് ബലിയാടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാമ്പത്തികമായിട്ടുള്ള അധപതനം മൂലം കുട്ടികളെ വഴിതെറ്റാനുള്ള സാഹചര്യം മുഴുവൻ നിലനിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ ഈവൻ കുട്ടികൾ അവരുടെ കൂട്ടുകാരികളെ പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം പോലും ഞാൻ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞാൽ 1000 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിലും അത് ആ കാശിൻ്റെ ചെറിയൊരു അംശം പോലും വീട്ടിലേക്ക് എത്താതെ പോകുന്നത് അത് ഒരു കുഴപ്പമുള്ള സംഗതിയാണ്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അവരും വഴിയിട്ട് മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ടു പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ നിന്നുള്ള ഒരു പ്രത്യേക പ്രവണതയാണ്. അവരെയാണ് ഇപ്പോൾ ശരിക്കും കൊണ്ടുവരുന്നത്. ഇടത്തട്ടുകാരും അതിന് മുകളിലുള്ളവർ അവർ വിദേശത്തോ മറ്റുള്ള കാര്യങ്ങളായിട്ട് അവർ പോവുകയും ചെയ്യും. വീണ്ടും ബാക്കിയായിട്ട് നിലനിൽക്കുന്ന ആൾക്കാർ ഇവരായിരിക്കും. സാധാരണക്കാരാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് മലയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ അറിവാണ് ധൈര്യം നൽകുന്നത്. അറിവുണ്ടായാൽ പോലും സാമ്പത്തിക സ്ഥിതി മോശമായാൽ തന്നെ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഇപ്പോൾ പലരും തന്നെ ഒരു പഠിക്കുന്ന കുട്ടിയായാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പകരം പോകേണ്ട ഒരു നിസ്സാര വർക്ക്ഷോപ്പിൽ അങ്ങനത്തെ പണ്ട് കാലത്തുണ്ടായ പോലെ സമാനമായിട്ടുള്ള ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടാൻ പറയുന്നത് നമ്മുടെ ആ യുവാക്കളോടുള്ള ഒരു അവഗണനയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അവസ്ഥ അതൊരു മാറ്റം സർക്കാർ കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ ഈ 40% കൂടുതലൊന്ന് സർക്കാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത സർക്കാർ വരും, മാറ്റങ്ങൾ ഉണ്ടാകും. അല്ല അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊലയിൽ വളം വയ്ക്കുന്ന പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് പറഞ്ഞത്. അദ്ദേഹം എല്ലാ ആൾക്കാരെയും തൊഴിലില്ലാത്ത ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്യണം. ഇത് എത്രയും 10ാമത്തെ വർഷമല്ല പറയേണ്ടത്. അതെ, ആദ്യത്തെ വർഷം പറഞ്ഞിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തൊഴിലാണ് പ്രശ്നം. ഇപ്പോൾ ചെല്ലേണ്ട സമയത്ത് തിരിച്ച് ഞങ്ങൾക്ക് തൊഴിൽ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. അത് ഉൽപ്പാദന മേഖല തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. ഇവിടെ വളരാത്തതുകൊണ്ടാണ് ധനമന്ത്രി ഇവിടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. വരുമാനം വരുന്നത് ഉൽപ്പാദന മേഖലയിലാണുള്ള അതിൽ നിന്നുള്ള റവന്യൂ കിട്ടാതെ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞേക്കാൾ നല്ലത് ഇവിടെ റിസോഴ്സസ് ഉണ്ട്. 1.5 ലക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, പിന്നെ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങേണ്ടത്. 1.5 ലക്ഷം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് 1.5 ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗികമായിട്ടുള്ള സംഗതികൾ ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ട് തന്നെ നല്ലൊരു വരുമാനമാവും. പക്ഷേ ആ ഇൻട്രസ്റ്റ് പണ്ട് കാലത്തുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു വീഴ്ച ചിന്തിക്കുന്നില്ല. അതായത് ഞാൻ പറയട്ടെ, ചേട്ടൻ സർക്കാരിനെ കുറ്റം പറയുന്നില്ല, അവര് ചെയ്യുന്നത് വേറെ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. അപ്പൊ നമുക്ക് സോഷ്യലായിട്ട് പറയുമ്പോൾ അവർ ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ചേട്ടൻ പറയുന്നത് സർക്കാർ മോശമെന്നോ ഭരണം മോശമെന്നോ ഒന്നും പറയുന്നില്ല, കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതികളാകാമായിരുന്നു. അതെ, ചേട്ടൻ്റെ അനുഭവം പറയുന്നത് മെച്ചപ്പെട്ട കുറച്ചും കൂടെ നല്ല രീതികളായിരുന്നുവെങ്കിൽ ഈ 40% കൂടെ സർക്കാരിന് വരും, 3ാം തുടർ ഭരണവും കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ചേട്ടാ എന്തായാലും തുടർ ഭരണം വരുമെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ അല്ല, അവരങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുടർ ഭരണം കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഈ 40% കൃത്യമായിട്ട് കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. അപ്പോൾ അത് ബാക്കിയുള്ള ആൾക്കാരെ കുറച്ചും കൂടെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് സാധ്യതയാണ്. അതിൽ ഈ 40% അവരിലുള്ള വിള്ളലുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടക്കും എന്നുള്ളതാണ്. അതാണ് മനസ്സിലായില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഈ കാര്യം. ഏത് രാഷ്ട്രീയക്കാരായാലും 40% പോയിട്ട് വളർത്തിയാൽ മതി. ഇൻ ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എലക്ഷൻ വിക്ടറി, അത്രേ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ വന്നോളൂ.